ഇന്ന് വൈകുന്നേരം ചായക്കടിയായി അവൽ നനയ്ക്കാമെന്ന് ഓർത്തേ. പിന്നെ പെട്ടെന്ന് തന്നെ അവലെല്ലാം വറുത്തെടുത്തു. കൂടെ കുറച്ച് തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് പൊട്ടുകടല ഉണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തേ. ആ നെയ്യിലേക്ക് തന്നെ വറുത്തെടുത്ത അവൽ ഇട്ട് കൊടുത്തു. കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. തേങ്ങയും അവലും പൊട്ടുകടലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളിതിലേക്ക് അര സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു. 2-3 ഏലക്ക പൊട്ടിച്ച് അതിൻ്റെ അരി എടുത്ത് അതും ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു അവൽ വിളയിച്ചതും കൂടെ കട്ടൻ ചായയും. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇനി വൈകിട്ടത്തേക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഉപ്പും എടുത്തു. 1 സ്പൂൺ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ചപ്പാത്തിക്ക് ആവശ്യമായ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുത്തു. പിന്നെ ഇത് ചപ്പാത്തി പലയിൽ പരത്തിയെടുത്ത് ഓരോന്നായി ചുട്ടെടുത്തു. കൂടെ ഒരു ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായി സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. വഴന്നു വന്ന മസാലക്കൂട്ടിലേക്ക് തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടി. ഇതിലേക്ക് ഇനിയും ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. പൊടികളുടെ എല്ലാം പച്ചച്ചവ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഈ സമയം തക്കാളിയും ഉള്ളിയും എല്ലാം വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. ചിക്കനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് വെന്ത് പാകമായിക്കൊള്ളും. നമ്മുടെ ചിക്കനെല്ലാം വെന്ത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്ന് എല്ലാം കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ചൂടോടെ ചുട്ടെടുത്തു. അങ്ങനെ ഇന്നത്തെ അത്താഴം ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും. നമ്മുടെ അത്താഴ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ